ഞാൻ 2 താമരയുടെ ട്യൂബർ എടുക്കുന്നൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ താമരയുടെ ട്യൂബർ നമ്മൾ എപ്പോഴും എടുക്കേണ്ടത് ഇങ്ങനെ താമര ഇലയെല്ലാം പോയി ഇങ്ങനെ ഉണങ്ങി പൂവൊന്നും ഇടാതെ ഇങ്ങനെ കിടക്കും. അപ്പോഴാണ് നമ്മൾ ഈ ട്യൂബർ എടുക്കേണ്ടത്. അപ്പോൾ ഇത് വൈറ്റ് പിയോണിയാണ്. ഇതിൻ്റെ ട്യൂബറാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇതിൽ കുറച്ച് മീനെല്ലാം ഉണ്ടായിരുന്നു, അതിനെയെല്ലാം ഒന്ന് മാറ്റി കൊടുക്കാം. അങ്ങനെ വെള്ളമെല്ലാം ഒഴിച്ച് നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ ടബ് ഇങ്ങനെ കമഴ്ത്തി കൊടുക്കണം. അപ്പോൾ നമുക്ക് ട്യൂബർ ഇങ്ങനെ മുകളിലായിട്ട് കാണാം. ഇപ്പോൾ വൈറ്റ് പിയോണിയാണിത്. ഇതിന് ആകെ കുറച്ച് ട്യൂബർ മാത്രമേ ഉള്ളൂ. അത് ഇപ്പം മുകളിൽ തന്നെ നമുക്ക് കാണാം. നല്ല വലിയ 2 ട്യൂബറുകൾ മുകളിൽ കാണാം. ഇനി ഉള്ളിലേക്ക് നോക്കണം ഇനിയും ട്യൂബർ ഉണ്ടോയെന്ന്. ഇതാ ഒരു ചെറിയ ട്യൂബറും കൂടി കിട്ടിയിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ ഉള്ളിലേക്ക് ട്യൂബറുകൾ ഉണ്ടാവും. എന്തായാലും വൈറ്റ് പിയോണിക്ക് ട്യൂബറുകൾ കുറവാണ് കിട്ടിയത്. നമ്മൾ ഈ മണ്ണ് കളയാതെ സൂക്ഷിച്ചാൽ നമുക്ക് ഇനിയും താമര റീപോർട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കാം. ഇത് കളയേണ്ട ആവശ്യമില്ല. ഇത് തന്നെ നമുക്ക് ഇനിയും ട്യൂബറുകൾ വെച്ച് കൊടുക്കാൻ ഉപയോഗിക്കാം. ട്യൂബർ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. 2 വലിയ ട്യൂബർ കിട്ടിയിട്ടുണ്ട്, പിന്നെ 2 ചെറുതും. അപ്പോൾ 4 ട്യൂബറുകളാണ് ഈ വൈറ്റ് പിയോണിയിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഈ 4 ട്യൂബർ കിട്ടിയിട്ടുണ്ട്, 2 ചെറുതും 2 വലുതും. അപ്പോൾ ഈ വീഡിയോ ട്യൂബർ എടുത്ത് 2-3 ദിവസം കഴിഞ്ഞേരാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോഴേക്കും ഈ 4 ട്യൂബറും സെയിലായി പോയിരുന്നു. അപ്പോൾ ഞാൻ ഈ ഫ്രിഡ്ജിനകത്ത് 2 ഗ്രോ ബാഗിലായിട്ട് അമേരിക്കമേലിയുടെ ട്യൂബർ വെച്ച് കൊടുത്തിരുന്നു. അപ്പോൾ അത് ധാരാളം പൂക്കളെല്ലാം തന്ന് ഇപ്പോൾ പൂവെല്ലാം ഇട്ട് നിർത്തി. ഇനി നമുക്കിതിൻ്റെ ട്യൂബർ എടുക്കാം. ഈ ഒരു ഫ്രിഡ്ജിൽ ഇതിൻ്റെ നടുന്ന രീതിയെല്ലാം ഞാൻ മുൻ വീഡിയോയിൽ ഇട്ടിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. അപ്പോൾ ഇതിൻ്റെയും ട്യൂബർ നമുക്ക് എടുത്തു നോക്കാം. ഇങ്ങനെ ഇതുപോലെ ഒന്ന് കമഴ്ത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് ധാരാളം ട്യൂബർ ഇതിൻ്റെ അകത്തുണ്ട്. ചെറുതും വലുതുമായിട്ട് ധാരാളം ട്യൂബർ നമുക്കുണ്ട്. അമേരിക്കമേലിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഏത് ചെറിയ പോട്ടിലും നമുക്ക് വളർത്താം. ഇത് നമ്മൾ പോട്ട് ചെയ്ത് 2 ആഴ്ച ആകുമ്പോഴേക്കും ഇതിന് ബഡ്സ് എല്ലാം വന്ന് നമുക്ക് നല്ല താമര ഉണ്ടായി കിട്ടും. ഇനി അടുത്ത ഗ്രോ ബാഗിലുള്ള ഇത് താമരയും കൂടി നമുക്ക് എടുക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ നമുക്ക് 2 ഗ്രോ ബാഗിലായിട്ടെല്ലാം ഇങ്ങനെ താമര വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തും കുറേ ട്യൂബേഴ്സ് കാണുന്നുണ്ട്. അമേലിയുടെ ധാരാളം ട്യൂബറുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് അയയ്ക്കുക. വാട്സപ്പ് നമ്പർ വീഡിയോയിൽ കൊടുക്കും. അപ്പോൾ 25 രൂപ മുതൽ 150 രൂപ വരെയുള്ള ട്യൂബറുകളാണിത്. ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കുക. അതുപോലെ DTDC വഴിയായിരിക്കും കൊറിയർ അയയ്ക്കുക. എങ്കിലും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.